ಮೀಂಜ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮತ್ತು ಮಂಗಲ್ಪಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಅನ್ನು ಸಂಪರ್ಕಿಸುವ ದೇರಂಬಳ ಸೇತುವೆ ಕುಸಿದು 4 ವರ್ಷಗಳಾದರೂ ಅದರ ಮರುನಿರ್ಮಾಣಕ್ಕೆ ಸಂಬಂಧಿಸಿದ ಅಧಿಕಾರಿಗಳು ಯಾವುದೇ ಕ್ರಮ ಕೈಗೊಳ್ಳದಿರುವುದನ್ನು ಖಂಡಿಸಿ ಯಂಗ್ ಡೆಮೊಕ್ರಾಟ್ಸ್ ಕಾಸರಗೋಡು ಜಿಲ್ಲಾ ನಾಯಕರು ಪ್ರತಿಭಟನೆ ವ್ಯಕ್ತಪಡಿಸಿದರು. ಪ್ರಸ್ತುತ ಕುಸಿದಿರುವ ಸೇತುವೆಯ ಮೇಲ್ಭಾಗದಲ್ಲಿ ಕಂಕಿನ ದಿಮ್ಮಿಗಳನ್ನು ಬಳಸಿ ನಿರ್ಮಿಸಿರುವ ತಾತ್ಕಾಲಿಕ ಕಾಲುದಾರಿಯ ಮೂಲಕ ವಿದ್ಯಾರ್ಥಿಗಳು ಸೇರಿದಂತೆ ನೂರಾರು ಜನರು ಪ್ರತಿದಿನ ಜೀವವನ್ನು ಪಣಕ್ಕಿಟ್ಟು ಸಂಚರಿಸುತ್ತಿದ್ದಾರೆ. ಕಳೆದ ದಿವಸವೂ ಯುವತಿಯೋರ್ವಳು ನದಿಗೆ ಬಿದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಸಮೀಪದಲ್ಲಿದ್ದ ರೈತನು ಸಮಯೋಚಿತವಾಗಿ ರಕ್ಷಣಾ ಕಾರ್ಯ ನಡೆಸಿದ್ದರಿಂದ ದೊಡ್ಡ ದುರಂತ ತಪ್ಪಿತು. ಆದರೂ ಈ ವಿಷಯದಲ್ಲಿ ಅಧಿಕಾರಿಗಳು ಗಂಭೀರವಾಗಿ ಮಧ್ಯ ಪ್ರವೇಶಿಸದಿರುವುದು ಜನರ ಮೇಲಿನ ನಿರ್ಲಕ್ಷ್ಯದ ಪರಮಾವಧಿಯಾಗಿದೆ ಎಂದು ನಾಯಕರು ಆರೋಪಿಸಿದ್ದಾರೆ. ಜನರ ಜೀವ ಮತ್ತು ಸಂಚಾರ ಸುರಕ್ಷತೆಯನ್ನ ಖಚಿತಪಡಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ದೇಲಂಪಾಡಿ ಸೇತುವೆಯ ಮರು ನಿರ್ಮಾಣ ಕಾರ್ಯವನ್ನ ತಕ್ಷಣ ಆರಂಭಿಸಬೇಕು. ಅದುವರೆಗೆ ವಿದ್ಯಾರ್ಥಿಗಳು ಹಾಗೂ ಸ್ಥಳೀಯರ ಸಂಚಾರಕ್ಕೆ ಸುರಕ್ಷಿತ ಪರ್ಯಾಯ ವ್ಯವಸ್ಥೆಯನ್ನ ಕಲ್ಪಿಸಬೇಕು. ಸಂಬಂಧಿತ ಇಲಾಖೆ ಹಾಗೂ ಜನಪ್ರತಿನಿಧಿಗಳು ಕೂಡಲೇ ಅಗತ್ಯ ಕ್ರಮ ಕೈಗೊಳ್ಳಬೇಕು ಎಂದು ಯಂಗ್ ಡೆಮೊಕ್ರಾಟಿಕ್ಸ್ ಜಿಲ್ಲಾ ನಾಯಕರು ಆಗ್ರಹಿಸಿದರು. ദേരമ്പള പിന്നെ മീഞ്ച പഞ്ചായത്തും മംഗൾപാടി പഞ്ചായത്ത് ബന്ധിപ്പിക്കുന്ന പാലത്തിലാണ്. ഈ പാലം കഴിഞ്ഞ 4 വർഷമായിട്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ പാലത്തിലൂടെ നൂറുകണക്കിന് ആളുകളാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും കുട്ടികളാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ആശ്രയിക്കുന്ന ഒരു പാലമാണ്. ഇവിടെ അധികൃതരും അധികാരികളും 4 വർഷമായിട്ട് അടിഞ്ഞിട്ടും ഇതിനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അടുത്ത ഒരു ടീച്ചറാണ്, അടുത്ത സ്കൂളുണ്ടല്ലോ ബേക്കൂർ, അടുത്തൊരു ടീച്ചറാണ്. ഇതേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു 4th ഇയർ ആണ്. ഇപ്പൊ 3 ഇയറിന്ന് ഇങ്ങനെ പോയിട്ട് വരുന്നുണ്ട് നമ്മള്. എനിക്കും അങ്ങനെ 9 മണിക്ക് സ്കൂളിലേക്ക് എത്തണം. എനിക്ക് ഈ ഇതന്നെ ഇന്ന് എന്റെ ബ്രദർസ് ആരില്ല, എന്റെ അങ്കിളിനെ വിളിച്ചിട്ട് ഇവിടെ വർപ്പിച്ചിട്ട് ഇപ്പൊ ക്രോസ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നങ്ങായ ആരും ഇല്ല, എത്തിയിട്ടില്ല, അത്ര തന്നെ പറയും. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പെൺകുട്ടി ഇതിലൂടെ ഈ കവുങ്ങ് വെച്ചിട്ടുള്ള ഈ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ താഴേക്ക് വീണ് വളരെ വലിയൊരു അപകടമായിരുന്നു ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നത്. അതിനെ ഈ കർഷകനായ ഉദയകുമാറാണ് രക്ഷപ്പെടുത്തിയത്. അനിയത്തിന്റെ ബാഗെല്ലാം കുടിച്ചിട്ട് വരുന്നുണ്ടായി. ഈടന്നെ ഉണ്ടായി. അപ്പൊ ഒരു സൗണ്ട് കേട്ട് വന്ന അനിയത്തി ബൊബ്ബ ഇട്ട് നോക്കുമ്പോ അയാൾ കാണുന്നില്ല, മകനെ കാണുന്നില്ല. ഞാൻ അടക്ക് ഓടി പാഞ്ഞിട്ട് നോക്കുമ്പോ അവിടെ താഴെ പോയില്ല. കുറെ പിള്ളേർ പോകുന്നില്ല. ഇപ്പൊ പോകുമ്പോ കുറെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ 7 മണിക്ക് 8 മണിക്കൊക്കെ പോകുന്നതാണ്. കുറെ പിള്ളേരെല്ലാം എത്തും. പോകുമ്പോ അമ്മമാര് അച്ഛന്മാരെല്ലാം കൂടെ വീട്ടാക്കും. ഇവിടെ പ്രാദേശികവാസികൾ പറഞ്ഞു വെച്ചാൽ നിരന്തരം നിരവധി സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന പാലാണ്. അത്യാവശ്യം ഒരു സർക്കസിൽ ഒരു പരിചയമുള്ള ആൾക്കാർ ഇതിലൂടെ കടന്നു പോകാൻ പറ്റും. അത്രയും ഈ ബുദ്ധിമുട്ടുള്ള പാലം 4 വർഷത്തോളം തകർന്നിട്ട് അതിനൊരു തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഭരണത്തിലുള്ള ആൾക്കാരും തികച്ചും അനാസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു. 4 വർഷമായി തകർന്നിട്ടും ഇവിടെയുള്ള ജനപ്രതിനിധികള്, ഇവിടെയുള്ള പഞ്ചായത്തുകള്, ബന്ധപ്പെട്ട അധികാരികള് ഇതിനെ തിരിഞ്ഞു നോക്കാതെ ഇത്തരത്തിലുള്ള അപകടമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഇവർ മുന്നോട്ട് വരുന്നത് വളരെ പ്രതിഷേധാർഹമാണ്. ഇവിടെ ഒരുപാട് കുട്ടികളാണ് ഈ പാലത്തിലൂടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ കൃത്യമായി ഒരു പാലം അടിയന്തരമായി നിർമ്മിക്കണമെന്ന് യങ് ഡെമോക്രാറ്റ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ಈ ಸಂದರ್ಭದಲ್ಲಿ ಯಂಗ್ ಡೆಮೊಕ್ರಾಟಿಕ್ಸ್ ಜಿಲ್ಲಾ ಸಂಚಾಲಕ ಕಬೀರ್ ಬ್ಲಾಕೂರ್, ಜಿಲ್ಲಾ ಜಂಟಿ ಸಂಚಾಲಕ ಶರೀಫ್ ಪಾವೂರ್, ಜಿಲ್ಲಾ ಸಮಿತಿಯ ಸದಸ್ಯರಾದ ಸುಹೇಲ್, ತಾಜುದ್ದೀನ್ ಉಪ್ಪಳ್ಗೇಟ್, ರಿಯಾಜ್ ಕುನ್ನಿಲ್ ಹಾಗೂ ಎಸ್ಟಿಪಿ ಸದಸ್ಯರಾದ ಲತೀಫ್ ಜಿಗುರುಪಾದೆ, ರಸಾಕ್ ಮಿಯಾ ಪದವು, ಶಾನವಾಜ್ ಮಿಂಚಾ ಉಪಸ್ಥಿತರಿದ್ದರು. ರೆಹಮಾನುದ್ದಿ ಅವರ ವಿ4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.